ഈ ഷീറ്റുള്ളത് കൊണ്ടേ എന്തൊരു ഉപകാരമായി വെച്ചിട്ടാ നമ്മുടെ മഴയുള്ള സമയത്തൊക്കെ അല്ലേ നമ്മളെ താങ്ങിയില്ലേട്ടാ താങ്ങ് ആ കാരണം ആ ഈ ഷീറ്റ് ഇത് വലിയ ടാർപ്പായില്ല കേട്ടോ അത് കുഞ്ഞിത് ഇത്ര വലിപ്പേ ഉള്ളൂ ഇങ്ങനെ റോളാണ് ഇത് വർണ്ണക്കടലാസ് ഉണ്ടാക്കില്ലേ ആ സംഭവം വർണ്ണക്കടലാസ് അല്ലേട്ടാ എന്താ ഇതിങ്ങനെ വെച്ചിട്ട് കത്തിരിക്കട്ടെ ആ തലയിൽ കൂടെ എന്താ സുഖല്ലേ അപ്പോൾ നമ്മളിത് നമ്മുടെ ഇവിടെ എന്താ തേപ്പ് ദിവസം പെരും മഴയായിരുന്നു കേട്ടോ അപ്പോൾ അവരിത് എങ്ങനെയൊക്കെ കെട്ടിയിട്ടാണ് ഈ ഭാഗം തേച്ച് വിട്ടത് നമുക്ക് അടുപ്പ് വെക്കണ്ടേ അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതാ ഇത്ര വരെ സംഭവം ആയി ഇത്ര ഉയരത്തിൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഈ വാഴകളൊക്കെ വെട്ടിക്കളയണം കേട്ടോ വാഴയൊക്കെ വെട്ടി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിരുന്നതാണ്ട് അപ്പോൾ വാഴ ഇരുന്ന് കഴിഞ്ഞ് വെച്ചാലില്ലേ അമ്മുട്ടി ഏട്ടാ ഈ വാഴ ഇരുന്നോട്ടേന്ന് വാഴ ഇരുന്ന പഴം കിട്ടുന്ന അപ്പോൾ ഷീറ്റ് ഇടണ്ടേ ആ ഈ ഷീറ്റ് ഇട്ട് ആകെ നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും തുണി തിരുമ്പിയത് തോരടാനൊക്കെ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ അമ്മുട്ടി വന്നില്ലേ ഏട്ടാ അമ്മു പറയുന്ന കേട്ടാ എന്താ വാഴ നശിപ്പിക്കണ്ടെന്ന് വാഴ നശിപ്പിക്കണ്ട അവിടെ ഇരുന്നോട്ടെ നമുക്ക് വാഴയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വേണ്ടേ പിന്നെ ഒരു കൂട്ടർ പറഞ്ഞേ ഈ തൂമ്പലല്ലേ എനിക്കൊരു ഇതിൽ വന്നാണ് ഈ വാഴയുടെ തൂമ്പലയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റത്രേ ഇത് നമ്മൾ ഇത് തിന്നാറുണ്ട് കേട്ടോ വലിയൊരു വാടല ഏവേണ്ടതാണത് നോക്കിയൊക്കെ ഒരു ശേഖരം കണ്ട അയ്യോ പൊന്നൂനെ അങ്ങോട്ട് കൊണ്ടുപോ ട്രൗസർ ഇട്ടണോ ഇത് പൊളിച്ചതാടാ അവന് പോയി ട്രൗസർ ഇടിപ്പിച്ചിട്ട് പോയോ ആ ട്രൗസർ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മള് എന്താ കണ്ടോ നമ്മുടെ അടുക്കള എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളെന്താ ഇവിടെ പാചകം ചെയ്യാൻ തുടങ്ങാത്തതെന്നുള്ളത് നമ്മൾ ഈ അടുപ്പൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നിട്ടേ ഉള്ളൂ പാചകം ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെയൊക്കെ ഞങ്ങൾ ഇന്നലെ അല്ല മിഞ്ഞാന്നല്ല ഉണ്ണി പാല് കാച്ചി കുഞ്ഞു എൻ്റെ കൂടെ കിടക്കട്ടോ കുഞ്ഞുവിനെ എന്താ എൻ്റെ കൂടെ കിടക്കണ ഇഷ്ടാത്രേ അല്ലേ കുഞ്ഞാ ആ ബെഡിൽ ഇങ്ങനെ കുത്തി മറിയാനേ ഭയങ്കര ഇഷ്ടാ അത് താഴ്ത്തുമല്ലേ ഇട്ടേക്കണത് അതാ പൊന്നൂസിനെ വിളിക്കേ പൊന്നാരി ചെരുപ്പൊന്നും ഇല്ലാണ്ട് അത് ഏട്ടൻ കടയിച്ച് പോവുക അത്ര പുട്ടായി വാങ്ങാൻ നീ അമ്മു ചേച്ചിയുടെ കൂടെ ഓ ഈ ചേച്ചിയുടെ കുട്ടിയാ അവിടെയും നിന്റെ ചേച്ചി ഉണ്ടോ കുഞ്ഞു അത് നിന്റെ അച്ഛനാ ഓ ഏട്ടാ നിങ്ങൾ അവന്റെ അച്ഛനാത്രേ ഞാനോ ഞാനല്ലാന്ന് നോക്ക് അതാടാ നിനക്ക് കടയിൽ പോകുമ്പോൾ മുട്ടായി സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നത് അച്ഛനല്ലേ അപ്പം അച്ഛനെ തന്നെ ഇഷ്ടമുണ്ടാവുള്ളേ നീ ഇങ്ങോട്ട് വായോ നമുക്ക് ഞാൻ ഓറഞ്ചും തരില്ല എങ്ങോട്ട് പോണ്ട എന്നിട്ട് നമുക്ക് മുട്ടായി വാങ്ങിട്ട് വരാല്ലേ മടക്കി വെക്കണ്ട ഏട്ടാ കൊറേ ദിവസമായിട്ടോ ഇവിടേക്ക് ഇങ്ങോട്ട് വെളിച്ചേ തട്ടാത്ത പോലെ നമ്മുടെ അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കണ അവിടെ നമ്മള് കൊട്ടത്തള്ള ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ വാഷ് ബേസിൻ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ഞാൻ ഒരു വാഷ് ബേസിൻ ഏട്ടൻ പറഞ്ഞു ആകെ കുറച്ച് അവര് വേണ്ടാന്ന് പറഞ്ഞു കണ്ടോ ഇവിടെ മിഞ്ഞാന്ന് വൈകുന്നേരത്തെ അനിയൻ വന്നിട്ട് ചെയ്തതാണ് കേട്ടോ അത് രാത്രി പണി മാറ്റി വന്നിട്ട് നമുക്ക് അടുപ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ടേ കുറേ ദിവസമായില്ലേ നമ്മളങ്ങനെ അടുപ്പ് വെക്കേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു വേഗം പണി കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ നീ ഈ വിറകാലും പൊളിക്കണ്ടേ ഏട്ടൻ ഇവിടുന്ന് ഈ വിറകാലും പൊളിക്കണ്ടേ വിറകാല പൊളിക്കാതെ
കുളിക്കണ്ടേ വേണ്ടേ? വിറകാല നല്ല ഒരു വിറകാല ആക്കണം കേട്ടോ. അത് പൊന്നാരി എന്താന്നറിയോ, അണ്ട് അവിടെ നമ്മുടെ പശു തൊഴുത്തായിരുന്നു, അത് വിറകാല ആക്കിയതാണ് നമ്മൾ. പൊന്നാരി അപ്പോൾ ഇനി അത് മൊത്തം കുറച്ചും കൂടി പൊന്തിച്ചിട്ട് നേരെ ഷീറ്റൊക്കെ വെക്കണം. ഇനി വേനൽക്കാലത്ത് നമ്മൾ എന്തായാലും വിറക് കഴിഞ്ഞിടാണ്ടോ. ഇത് ഞാനും എൻ്റെ അച്ചുട്ടിയും പാടെ റബ്ബർ തൊടി ഉണ്ടാക്കിയിട്ട് വന്നതാണ് കേട്ടോ ആ വിറക്. പിന്നെ അത് ഞാൻ ഒരു കെട്ടും കൂടിയും കൊണ്ടുവന്നു. എന്താ ഇവിടെ പാത്രങ്ങൾ ഇരിക്കണ നോക്കിയൊക്കെ. അച്ഛത് വെള്ളം നനക്കട്ടെ. ഇത് വെള്ളം ആ കുട്ടിയൊന്നും വേണ്ട, അച്ഛൻ നനച്ചോളാം. നിന്റെ മുമ്പ് കുട്ടിയുടെ മുമ്പാണത്. ആഹാ ഇത്ര ദിവസം നനയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ, മഴ ചെയ്തും കൊണ്ട് അല്ലേ. ഇപ്പോഴാണ് നമുക്ക് നനയ്ക്കേണ്ടി വന്ന്. രാത്രിയോട് ഏട്ടാ എത്ര ചെറിയ സ്ലാവ് മതി ഏട്ടാ? മതി അടുത്ത വീട്ടിൽ ഇതിന്റെ അടിയിലും ഇത് വരില്ലേ? അടി ഇങ്ങനെ സ്ലാവ് മാത്രം മതി, അടിയിൽ എന്താ കെട്ടണ്ടേ അടിയില്? അതാ ഞാൻ ചോദിച്ചേ. ഇതിപ്പോ നോക്കിക്ക അടിയിൽ കെട്ടാണ്ടാണ് കേട്ടോ അത് ചെയ്തേക്കണത്. പരിപാടി മനസ്സിലായില്ല. എങ്ങനെ നിർത്തുക, എങ്ങനെ കെട്ടാൻ കണ്ടെന്നൊക്കെ അറിയില്ല. ഇനി അടിയില് അത് കെട്ടി കഴിയുമ്പോ അറിയാം എങ്ങനെയാന്നല്ലേ. എനിക്കും മനസ്സിലായില്ല. എന്തോത്തെ അവനെ എന്താണ് അച്ഛാ അല്ലേ പൊന്ന, ഇത് കൂടെ മൊത്തം നനയ്ക്കണ്ടേ? അപ്പോൾ ഇത് നമ്മുടെ ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉയരം തന്നെ വരുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഗ്രില്ലിടുകയെന്ന്. ഇപ്പം എന്തായാലും ഗ്രില്ല് ഇടുന്നില്ല, ഷീറ്റ് ഇറക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ഈ സൺസൈഡിൻ്റെ മുകളിൽ നിന്ന് ഷീറ്റ് ഇറക്കി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാലേട്ടാ. ഇതിൻ്റെ സൺസൈഡിൻ്റെ മുകളിൽ കൂടെ അല്ലേ ഷീറ്റ് ഇറക്കണത്, അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ വെക്കാലേന്ന്. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാട്ടോ. ഇന്നെന്താ ഇവിടെ പപ്പൊന്നും മിണ്ടണില്ലല്ലോ, കണ്ടില്ലേ തെറ്റി കിടക്കണ പോലെ. അപ്പുവോ പപ്പുവോ അതാ നിക്കണ്ടേ കടക്കേറ്. അപ്പുട്ടാ അപ്പു എന്തിട്ട് കുട്ടി കാട്ടണ് പോയി. അതാ ഉറക്കത്തിലായിരുന്നു തമ്പുരാനേ, ഉറക്കത്തിലായിരുന്നേ. പപ്പുവോ മുള്ളു ഇപ്പൊ വിടുട്ടോ കുട്ടീനെ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷീറ്റ് ഇറക്കിയിട്ട് വേണം അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ. വേനലല്ലേ വരുന്നത്, ഭയങ്കര ചൂടാട്ടോ. അവൻ്റെ കൂട്ടിൽ എന്തായാലും ഫാൻ വെക്കാൻ പറ്റണ്ടാവില്ല അല്ലേട്ടാ? പറ്റുമോ? ചെറിയ ഫാൻ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടേ അവന് ചൂട് സഹിക്കാൻ പറ്റാത്ത സാധനം. ഇന്നിങ്ങനെ മൊത്തം വെള്ളമായി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിക്ക് മൊത്തം ചളിയാ വലിയുന്നു. എവിടെ കല്ലിടുക അമ്മയിനയിലേ? ഭഗവാന് ഇതെന്താ ആരും കഴിക്കാന്? മഞ്ഞപ്പൊടിയാണല്ലോ. 2 കിലോ മഞ്ഞപ്പൊടി, എന്താ അത്ര മല്ലിപ്പൊടി, ഇതൊരു പാത്രല്ലേ മുളക് പൊടി, പിന്നെ ഇതിലും കുറച്ചും കൂടി നല്ല 2.5 കിലോനാണിത്. ഇതിന് 2.5 കിലോന്റെ ഡപ്പേണേ. എന്നാലും വേണ്ടിയില്ല. ഇതാണ് നമുക്ക് മുതലായത് കേട്ടോ. മഞ്ഞപ്പൊടി ഒരു വർഷത്തേക്ക് ഉണ്ടാവും. നല്ല മഞ്ഞപ്പൊടി കിട്ടിയിട്ട് കാലം കുറയില്ലേ? മഞ്ഞപ്പൊടി ഇതാ ഒരു കൊല്ലത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ ഈ മഞ്ഞപ്പൊടിയുടെ മണം നമ്മുടെ പാക്കറ്റ് മഞ്ഞപ്പൊടിയേക്കാളും നല്ല വ്യത്യാസമുണ്ട്. ഇത് എവിടെ നോക്കിയാൽ കളറും കാര്യങ്ങളും നല്ല മണം. ഈ കൊടുങ്ങല്ലൂർ പോകുമ്പോഴാണ് അല്ലേ അതുപോലെ മണം ഉണ്ടാവും. ഈ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ വന്നാൽ ചിലവർ നമുക്ക് എന്താ മഞ്ഞളും അതേപോലെ തന്നെ കുങ്കുമവും കുരുമുളകും കുങ്കുമം ചെള്ളിപ്പൊടിയും തരൂട്ടാ. അപ്പം അതുപോലെ ഉണ്ട്.
അപ്പോൾ ഒന്ന് എന്താ വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികളൊന്നും ഞാൻ പറഞ്ഞില്ലേ കുഴിമന്തി രാവിലെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ കുഴിമന്തി വേണം പറഞ്ഞ് അനിയനെ കൊണ്ട് കുഴിമന്തി വാങ്ങിപ്പിച്ചു. വാങ്ങിയിട്ട് പുതിയ വീട്ടിൽ വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പാത്രവും വെള്ളവും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇവിടെ തന്നെ ഇരുന്ന് ഇനി വാങ്ങുമ്പോൾ അവിടെ പോയിട്ട് കഴിക്കാം. കുഴിമന്തി കണ്ടിട്ട് കൊല്ലങ്ങളായി തോന്നും. എന്താണെന്നറിയില്ല, ഇതിനോട് മാത്രം ഇവിടെ ഉള്ളവർക്ക് കുട്ടികൾക്ക് കഴിഞ്ഞ മാസം വാങ്ങിയതല്ല അച്ഛമ്മ. കുറച്ചായി ഇപ്പൊ സംഭവം, കുറച്ചായി എന്നാ പോവാങ്ങണ്ടേ ചോറ്. പിന്നെ അത് കുറുവരി ഇതും കൊണ്ട് നാളെ രാവിലെ തിളപ്പിച്ച് കുറ്റാ. പൊന്ന് എന്റെ കുട്ടിച്ച് ഒന്നും തന്നില്ലേ? ഫോണിനുള്ളൂ. ചിക്കൻ കൊടുക്കണേ എല്ലാവർക്കും. ഇതെന്താ ദോശേ പൊന്നു? ഇതെന്താ ദോശേ? ആഹാ, ഓ കുഞ്ഞുണ്ണി എന്താ കഴിക്കണ്? എന്താ സാധനം? എന്തത്? അങ്ങനെ സാധനം ഉണ്ടാവും. നാളെ ഇത് കുഞ്ഞിനെ കാട്ടിലുണ്ടല്ലേ? അല്ലേ നാളെ ഷവർമ്മ ഉണ്ടാക്കിയപ്പോ ഈ കുബൂസ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. പക്ഷെ കുബൂസ് അല്ല നമുക്ക് ഉണ്ടാക്കായിരുന്നു അല്ലേ? കുബൂസ് തന്നെ. പനീർ മസാല ആർക്കാ വേണ്ടേ? കുഞ്ഞിനോട് കുഞ്ഞെ കഞ്ഞി കഴിക്കുമ്പോ കഴിക്കണത്. അവൾക്ക് കഴുത്തോ നെഞ്ചോ? അങ്ങോട്ട് നോക്ക സുവന്യ, നീ അവനെന്നേ കപ്പേ അത് പൊട്ടിച്ചു കൊടുത്താൽ മതി. അത് ശരി, കൊറേ നേരമായി അവനത് കൈ പിടിക്കുന്നേ. മേമ തന്നില്ല. എന്താ ചീനോക്കിയൊക്കെ? അതാ തക്കാളി അത് കഴിക്കില്ല. അതൊരു ജാതി ചോയെ തോന്നുന്നുണ്ട്. അവിടെ വെച്ചോട്ടെ, എന്താ സംഭവം അറിയാലോ. അവനിപ്പോ അത് സോസാണ് വെച്ചിട്ടാണേ. അതെ, പക്ഷെ അത് മറ്റേ സാധനമല്ല, അത് മധുരല്ല. അത് നോക്കണേ, നോക്ക് രുചി. ഫോണ് നോക്കണ നോട്ടം നോക്കി. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ വീട്ടിൽ കഴിക്കാട്ടാ കുഞ്ഞാ. പ്ലേറ്റ് ഒക്കെ എടുത്തേക്കട്ടെ. നമുക്ക് ഉണ്ടാക്കണ കുഞ്ഞവിടെ അവിടെ ഉണ്ടാക്കണേ കേട്ടാ. ഉണ്ടാക്കിട്ട് കഴിക്കാം. നമുക്ക് അവിടെ ഉണ്ടാക്കണം. വയറ് നിറയെ കഴിക്കാം. പുതിയ വീട്ടിലുള്ള പാചകം കാണണ്ടേ? മയോണൈസ് കുറച്ച് കഴിക്കടാ. അച്ഛമ്മ പറയും ദിവസം വൈകുന്നേരം ചായ വെക്കണമെന്ന്. അച്ഛമ്മ അത് മറക്കൂലയോ? ദിവസേ അമ്മ പറയട്ടാ ചായ വെക്കണം പറയും. അമ്മയല്ലേ ചായ വെക്കുക. പിന്നെ വേഗം ഇവിടെ നിന്ന് നീച്ചിട്ട് വേഗം വന്ന് ഇവിടെ ചായ വെക്കും. ഇതാരെ ഇത് ഇവിടെ ഇങ്ങനെ കുത്തി വരണേക്കണത്? ഇതാരെ ഇവിടെ കുത്തി വരണേക്കണത്? കുഞ്ഞത്തെ കുഞ്ഞുമതിന് BMW ഒന്നും എഴുതാറിയില്ല. അത് കുഞ്ഞനായിരിക്കും. കുഞ്ഞോ അതാ മുമ്പിൽ കൂടെ ഒക്കെ ഫുള്ളില്ലേ കുത്തി വരണേക്കണ അമ്മ. എന്തായാലും പൊന്നല്ല, അത് പൊന്നല്ല. അതല്ലേ ഈ ഉമ്മർത്ത് കണ്ടോ ചെയ്തേക്കണത്? കാട്ടില്ല അവിടെ ഒന്നും കാട്ടില്ല. അവൻ അവിടെ അറിയോ തലകുത്തി പോലെ കുറച്ച് മതി. ആ ബെഡിലേക്ക് ചാടിയിട്ട് തലകുത്തി പറയുകയും ചെയ്യണേ. ഇതാരെ കുഞ്ഞൻ പഠിപ്പിച്ചു കൊടുത്തതുണ്ടല്ലോ കുഞ്ഞത്. നന്നായി. വീട്ടേ എവിടെയും തട്ട് വല്ല ചെയ്ത അറിയ കൂടിയില്ല. അമ്മോ പപ്പൂന് ചോറ് കൊടുക്കണം കേട്ടാ. നമുക്ക് നാളെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ കഴിഞ്ഞു. കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാലല്ലേ അവിടെ ഉണ്ട്. കുഴിമന്തി കഴിച്ചാൽ ഭയങ്കര ഡയറ്റാണ്. ആര്? മന്തിയൊക്കെ കൊണ്ടുവന്ന പിന്നെ എന്ത് ഡയറ്റാ? ഞാൻ കുറച്ച് എപ്പോഴെങ്കിലല്ലേ, എത്ര ഒരു മാസം കഴിഞ്ഞില്ലേ, അപ്പം അതിന് ഞാൻ ഒരു കയ്യിലേ കഴിച്ചുള്ളൂ.
കുറച്ച് എന്താ ഇനി മന്തി ഉണ്ടെങ്കിലും ഡയറ്റ് തെറ്റരുത്. അത് ഏട്ടനെ പിടിച്ച് നിർത്തിയാൽ പറ്റുമോ? പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും, അതിലൊന്നും ഡയറ്റ് തെറ്റാൻ പാടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്ലേ എന്താ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നേ, എന്താ ഓട്സും മുട്ടയും കഴിക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നേ. അപ്പം അതിൽ പറഞ്ഞു നിങ്ങളും എന്താ നാടൻ ഭക്ഷണമൊക്കെ വിട്ടിട്ട് ഓട്സിക്ക് മാറിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ ഓട്സ് കഴിച്ചു എന്ന് മാത്രമേ കേട്ടോ. അല്ലാതെ നമ്മൾ നാടൻ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. എപ്പോഴെങ്കിലും ഇതേപോലെ കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ മരുന്ന് കഴിക്കുമ്പോൾ കഴിക്കണല്ല, കഞ്ഞി ഒഴിവാക്കിയിട്ട് ഓട്സ് കഴിക്കുന്നത് യാതൊരു. അത് അന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടനും കൂടി എടുത്ത മുട്ടയാണ് കേട്ടോ. എന്താ അപ്പോൾ വീഡിയോ ഓട്സിൻ്റെയും മുട്ടയുടെ 3 മുട്ടയുടെയും പാടെ കാണിച്ചത് കുക്കുമ്പറും ഇതൊക്കെ. ഞാൻ അപ്പോഴും ആ വീഡിയോ ലാസ്റ്റ് കാണാത്ത കൂട്ടുകാരാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് കേട്ടില്ല തോന്നുന്നുണ്ട്. ഇത്രയും നിന്ന് നിങ്ങൾ എങ്ങനെ തടി കുറയ്ക്കാന്ന് അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കാണിക്കണ്ടേ. ഞാൻ കുറേ വെജിറ്റബിളും കുറേ ഉണ്ട്, 3 മുട്ടയുണ്ട്, ഓട്സും ഉണ്ട്. അത്രയൊക്കെ ഞാൻ കഴിച്ചാ പിന്നെ 2 ആൾക്ക് തിന്നാനുള്ളത് ആ പ്ലേറ്റ് തന്നെയുണ്ട്. പിന്നെ എങ്ങനെ തടി കമ്മിയാവാനാണ്? നാളെ വീഡിയോയിലേ ഓട്സിന്റെ ഡയറ്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, അതില് 2 ആൾക്ക് തിന്നാനുള്ളത് 2 ആൾക്ക് തിന്നാനുള്ളത് കാണിച്ചിട്ട് 2 ആൾക്ക് തിന്നാനുള്ള 2 ആൾക്ക് കഴിക്കാനുള്ളല്ലേ. അപ്പൊ ഞാനത് കാണുമ്പോ കിണ്ണത്തില് കുറച്ച് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണേ. അവ അത് ഇങ്ങനെ പറഞ്ഞിരുന്നു തോനുണ്ടല്ലോ ഇത്ര കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ചിലവര് പറയുന്നുണ്ട് രാത്രിത്തെ ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടോ അതിന്റെ രാത്രി കമ്മി തന്നെയാണ്. രാത്രിയുടെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത്. ചക്കരക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ലേ അതെടുത്തു. ഞാൻ 2 വർഷം ഞാൻ എടുത്ത് കഴിച്ചു. ബാക്കി അതായില്ലേ. അതില് കുഴിമന്തി അനിയെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോയതാട്ടാ. അപ്പൊ പിന്നെ കഴിച്ചിട്ടില്ല. ചുക്കുവെള്ളപ്പൊടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കണ്ടില്ല അല്ലേ. അപ്പോഴേ അപ്പൊ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. ഞായറാഴ്ച ഇങ്ങനെയായില്ലേ. ഇനി നമ്മള് പുതിയ വീട്ടില് അടുപ്പൊക്കെ വെച്ചിട്ട് നമ്മള് കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ കഴിക്കണം ചേട്ടാ. കുഴിമന്തി സദ്യയും. ഫസ്റ്റ് എന്താ അമ്മ അവിടെ ഉണ്ടാക്കുക? അടുപ്പ് വെച്ച് ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് സദ്യ ഉണ്ടാക്കി. ഞാൻ അടുപ്പിലാ പറഞ്ഞത്. അടുപ്പത്തെ കാര്യം പറഞ്ഞില്ലേ? അടുപ്പത്തെ കാര്യം പറയുന്നത് എന്താ നമ്മള് അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും എല്ലാ കൂട്ടം സദ്യവട്ടങ്ങൾ ഉണ്ടാക്കണം അവിടെ അല്ലേ. ഗണപതി ഹോമത്തിന് നമ്മൾ ഇവിടെ ഇല്ല ഉണ്ടാക്കിയത്. ഇറച്ചിയോ മീനോ എന്ത് വേണമെങ്കിലും കഴിയാം. പക്ഷെ ഫസ്റ്റ് ദിവസം നമുക്ക് എന്തായാലും സദ്യ പായസം എന്തെങ്കിലുമൊക്കെ വെക്കാട്ടോ. അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു സ്പെഷ്യല് ഒന്ന് കമൻറ്റ് ചെയ്യൂ.